സുഹൃത്തുക്കളെ, ഒരു 5 ദിവസം മുമ്പ് ഒരു ഹർത്താൽ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഈ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ഉണ്ട്. ഒരു 10 സെക്കൻഡ് പോലും ഇല്ലെന്ന് തോന്നുന്ന വീഡിയോ. അത് കണ്ടിട്ട് 3-4 ദിവസമായി. ഞാൻ നോക്കിയിരുന്നത്, ഈ 4-5 ദിവസം നോക്കിയിരുന്നത്, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ജനപ്രതിനിധിയുടെ ഒരു ഇടപെടൽ, അതായത് ഒരു നടപടി എങ്ങനെയെന്നാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി കാറിൽ യാത്ര ചെയ്യാനൊരുങ്ങുന്ന ഒരു MLAയോട് ഒരു സാധാരണക്കാരൻ, അവൻ ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കാം, BJP-കാരനായിരിക്കാം, മുസ്ലിം ലീഗുകാരനായിരിക്കാം, ഹർത്താലിന് ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ എതിർ പാർട്ടിക്കാരനായിരിക്കാം, ചിലപ്പോൾ ഹർത്താലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളായിരിക്കാം. അവളുടെ ചോദ്യം വളരെ ലളിതമായിരുന്നു. ഇന്ന് ഹർത്താലായിട്ട് വാഹനം ഓടാൻ പാടുണ്ടോ? വളരെ ലളിതമായ ഒരു ചോദ്യം, വളരെ പ്രശസ്തമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി ആ ചോദ്യകർത്താവിന് നന്നായ രീതിയിലുള്ള മർദ്ദനമായിരുന്നു. ശകലേ കാണാൻ പറ്റുള്ളൂ, ബാക്കി മൊബൈൽ ഓഫായതിനു ശേഷം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടില്ല. അതായത് സാധാരണക്കാരന്റെ ഒരു വികാരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു ജനപ്രതിനിധി ഏത് രീതിയിൽ പ്രതികരിച്ചു, ജനപ്രതിനിധിയല്ല, ജനപ്രതിനിധിയുടെ ശിങ്കിടികൾ ഏത് രീതിയിൽ പ്രതികരിച്ചോ അതിനെ ഒരു ചർച്ചാ വിഷയമാക്കാനോ, ഹർത്താലിനെ അനുകൂലിക്കുന്നവർക്ക് എന്ത് ആവാം, അവർക്ക് ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യവും സ്വീകരിക്കാം, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ആ ഒരു ദിവസം ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ അവർ പിടിച്ചെടുക്കുകയാണ് സ്വാതന്ത്ര്യം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഴിച്ചു മൂടണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവന്റെ ഒരു ദിവസത്തെ ജീവിതത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ടാക്സി തൊഴിലാളി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ഒരു ദിവസത്തെ ആ ഒരു വരുമാനം ചിലപ്പോൾ ഇല്ലാതാവുമ്പോൾ ചിലപ്പോൾ ഒരു മാസത്തെ കുടുംബ ബഡ്ജറ്റിനെ തന്നെ തകർക്കും. ഗവൺമെന്റ് സർവീസിലിരിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. KSRTC ജീവനക്കാർക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ ഗവൺമെന്റിന്റെ ഏത് മേഖലയിൽ ഇരിക്കുന്നവർക്കും കുഴപ്പമില്ല, കാരണം അവർക്ക് കൃത്യമായ ശമ്പളമുണ്ട്. MLAമാർക്ക് പ്രശ്നമല്ല, മന്ത്രിമാർക്ക് പ്രശ്നമല്ല, അവർക്ക് ശമ്പളമുണ്ട്. ഇപ്പൊ മന്ത്രിമാർക്ക് വീണ്ടും കൂട്ടുന്നുണ്ട്. നന്നായിരിക്കട്ടെ, എടുത്തു, ആവശ്യം പോലെ എടുത്തു, ഒരു വിഷയമില്ല. പക്ഷേ ഞങ്ങള് ഈ പൈസ അങ്ങോട്ട് തരണ്ടേ, ശമ്പളമൊക്കെ കൊടുക്കാൻ? അതിനെന്തിന് ഞങ്ങൾ 365 ദിവസത്തില് ഏതാണ്ട് 300 ദിവസത്തോളം നമുക്ക് ഈ പണിമുടക്കും, ബന്ധും, ഹർത്താലും, സമരങ്ങളും, കരിദിനങ്ങളും, ഇതൊക്കെ അതിജീവിച്ച് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? മാസം കൃത്യമായിട്ട് എത്ര ദിവസം അവധി ഉണ്ടെങ്കിലും മാസം കൃത്യമായിട്ട് ശമ്പളം അക്കൗണ്ടിൽ ചെല്ലുന്ന, അല്ലെങ്കിൽ ശമ്പളം ക്യാഷായിട്ട് കയ്യിൽ കിട്ടുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഹർത്താൽ പ്രഖ്യാപിച്ച് വഴിയോരങ്ങളിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാർ വഴിയോരങ്ങളിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അലയുമ്പോ AC ഉള്ള സൈലോ കാറുകളിലൊക്കെ ഇങ്ങനെ മന്ത്രിമാര്, MLAമാര് കൊടിവെച്ച കാറിൽ പറക്കാം. ഹർത്താലിന് മറ്റുള്ള വാഹനങ്ങളെ തടയാൻ നട റോഡിൽ അടയ്ക്കാമരം പിടിച്ചു വയ്ക്കാൻ വരുന്നവന്മാർക്ക് വണ്ടിക്കകത്ത് വരാം. അത്യാവശ്യം അവർക്ക് വെള്ളവും ചായയും കുടിച്ചിട്ടേ കട അടപ്പിക്കത്തോളം എന്നുള്ളൊരു നിലപാടുകളുള്ള സ്ഥലങ്ങളുണ്ട്. കട അടപ്പിക്കാൻ വരുന്നവർക്ക് കാപ്പിയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കയ്യും കഴുകി ഇറങ്ങി ഏമ്പക്കവും ഇട്ടിട്ട് കട അടപ്പിക്കുന്നവന്മാരും ഉണ്ട്. അതൊരു പക്ഷെ അവിടെ നിൽക്കട്ടെ. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെ ഭയന്നിട്ടാ, അല്ലെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത്?
എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ബിസിനസ്സാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിർഭയം നിരന്തരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇതൊന്നും ഇതിനൊരു പരിഹാരമല്ല. ആർക്ക് വേണ്ടിയാ മൂടി വയ്ക്കുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നിടത്ത് നവ മാധ്യമങ്ങൾ കണ്ണു തുറക്കും. അതിനുള്ള തയ്യാറെടുപ്പായി. അന്നത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ മർദ്ദിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ആരായിക്കോട്ടെ, എനിക്കറിയില്ല ആളിനെ, അദ്ദേഹത്തിന് പരസ്യമായിട്ട് മാപ്പ് പറയുന്നത് വരെ, ഇനി എത്ര കാലം മാധ്യമങ്ങൾ ഇതെല്ലാം മറന്നാലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു സാധാരണക്കാരന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഹർത്താലുകൾ ഇല്ലാതാക്കാൻ അനിശ്ചിതകാല ഹർത്താലിന് ആഹ്വാനം ചെയ്യും ഞങ്ങൾ. ഹർത്താല്, പണിമുടക്ക്, ബന്ദ്, കരിദിനങ്ങള് ഇതില്ലാതാക്കാൻ വേണ്ടി അനിശ്ചിതകാല ഹർത്താലിന് ആഹ്വാനം ചെയ്യാൻ ചിലപ്പം കേരളത്തിലെ ജനങ്ങൾ സജ്ജരായെന്നിരിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ജനം ഇറങ്ങാൻ തീരുമാനിച്ചാല്, ജനം അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങാൻ തീരുമാനിച്ചാൽ, ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തിയാലും പരിപൂർണം എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ ഹർത്താൽ പരിപൂർണമായിരുന്നു. പരിപൂർണമാണെങ്കിൽ ഈ നേതാക്കന്മാരെങ്ങനെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഹർത്താൽ പരിപൂർണമാവുന്നേ? ഭാഗിക്കുമെന്ന് പറയാൻ പറ്റൂ അല്ലേ? കാരണം ഞങ്ങളൊക്കെ അടച്ചൊതുക്കി വീട്ടിലിരിക്കുകയായിരുന്നു, പേടിച്ചിട്ടാ. അല്ലാതെ ഇതിന് പിന്തുണ വന്നുകൊണ്ടൊന്നുമല്ല. പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് കാണത്തില്ല, ചിലപ്പോൾ ടയറിന്റെ കാറ്റ് കാണത്തില്ല, ചിലപ്പോൾ തലയ്ക്ക് 3-4 സ്റ്റിച്ച് കാണും. ഇത് പേടിച്ചിട്ടാ, അല്ലാതെ ഇതിന് പിന്തുണ വന്നുകൊണ്ട് ആരും വീട്ടിലിരിക്കുന്നില്ല. ഹർത്താലുകൾ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് നിത്യജീവിതത്തിൽ എത്ര ഹർത്താലാ. ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ഹർത്താല് നമ്മളാരും തടയാൻ പറ്റത്തില്ല. കാരണം ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലുകൾ, പല പല മുന്നണികളിൽ പല പല സംഘടനകൾ നടത്തുന്ന ഹർത്താലുകൾ നമ്മളൊന്നും തടയാൻ ഈ അടുത്ത സമയത്തങ്ങ് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങളെ വീട്ടിലിരുത്തിച്ചിട്ട് നേതാക്കന്മാരും മണികളും വെളിയിൽ ഇറങ്ങിയാൽ ചിലപ്പം അടി വരുന്ന വഴിക്ക് ഒരു കണക്കും കാണത്തില്ല, പല വഴിക്കും വരും അടി. അതോടൊപ്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും.